Hello, YouTube community. My name is Bivin Christopher, and welcome to my strength fitness journey. So, this is my first video. I'm gonna go with the flow. I don't know how long it's gonna take or what I'm gonna say, but I'm gonna go with the flow again. സോ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ പ്രധാന മോട്ടീവ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ലിഫ്റ്റ്സ് എല്ലാം റെക്കോർഡ് ആൻഡ് സേവ് ചെയ്യാനാണ്. ഞാനിപ്പോൾ കറൻ്റ്ലി 3 months പ്രോഗ്രാമാണ് ചെയ്യണത്. 3 months സ്ട്രെങ്ത് പ്രോഗ്രാം. സോ എത്രമാത്രം നമുക്ക് 3 months ഇമ്പ്രൂവ് ആക്കാൻ പറ്റും, എത്രമാത്രം വെയിറ്റ് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും എന്നുള്ള അറിയാൻ വേണ്ടിയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ലിഫ്റ്റിൻ്റെയും 1 rep മാറ്റ് ടെസ്റ്റ് ചെയ്യണം. എല്ലാ ലിഫ്റ്റും മീൻസ് എല്ലാ കോമ്പൗണ്ട് ലിഫ്റ്റും. ഞാൻ ഇപ്പോൾ ചെയ്യണമെന്ന് പറയുന്നത് ഡെഡ് ലിഫ്റ്റ്, ഓവർഹെഡ് പ്രസ്, ബെഞ്ച് പ്രസ് ആൻഡ് ദെൻ സ്ക്വാട്ട്. സോ അതിൻ്റെ എല്ലാത്തിൻ്റെയും RP1. സോ 1 rep max, RP10, 1 rep max എല്ലാത്തിനും ടെസ്റ്റ് ചെയ്യാൻ പോണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 month സ്ട്രെങ്ത് പ്രോഗ്രാമിൽ നമ്മൾ RP10 പിന്നെ പരീക്ഷിക്കില്ല. പിന്നെ 3rd month അവസാനം ഈ സ്ട്രെങ്ത് പ്രോഗ്രാം തീരണ ആ സമയത്ത് നെക്സ്റ്റ് വീക്കാണ് നമ്മൾ സ്ട്രെങ്ത് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇന്ന് ചെയ്യാൻ പോകുന്നത് ഓവർ ഹെഡ് പ്രസ്സാണ്. ഞാൻ ഓടി എൻ്റെ വാമപ്പ് എല്ലാം ഫിനിഷ് ചെയ്തു. സോ ഐം ഗോണ ഡു ഫ്യൂ വാം അപ്പ് സെറ്റ്സ്. ഫ്രീ ബാർ ചെയ്യും, പിന്നെ ഫ്യൂ വെയ്റ്റ്സ് വാം അപ്പ് സെറ്റ്സ് ചെയ്യും. ഒരു 3-4 reps വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് മെയിൻ വെയ്റ്റിലേക്ക് പോകും, എൻ്റെ മാക്സ് ഔട്ട് ചെയ്യണ വെയ്റ്റിലേക്ക്. Okay, so from now I'm gonna talk the weights in kilos instead of pounds, which will be more easy for you guys. സോ നമ്മൾ ബേസിക്കലി കുറച്ച് വാം സെറ്റ്സ് ലൈറ്റർ വെയ്റ്റ്സ് ഇട്ട് ചെയ്യും. അതിൽ ഫസ്റ്റ് സെറ്റ് എന്ന് പറയുന്നത് 10 kilos ഓൺ ഈച്ച് സൈഡ്, മേ ബി 6-7 reps. ദെൻ സെക്കൻഡ് സെറ്റ് എന്ന് പറയുന്നത് 15 kilos ഓൺ ഈച്ച് സൈഡ്, മേ ബി 5 reps. ആൻഡ് ദെൻ തേർഡ് സെറ്റ് എന്ന് പറയുന്നത് 20 kilos ഓൺ ഈച്ച് സൈഡ്, വിച്ച് വിൽ ബി മേ ബി 3-4 reps. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മെയിൻ കുറച്ചുകൂടെ ഹയർ വെയ്റ്റ്സിലേക്ക് പോകുന്നത്. മീൻസ് ഒരു RP8-9-10. സോ RP8 എന്ന് പറയുമ്പോൾ എനിക്കിപ്പോൾ കറൻ്റ്ലി 70 കിലോ ചെയ്താലാണ് ഒരു RP8 എന്ന് പറയുക. ദെൻ 75 കിലോ എന്ന് പറയുമ്പോൾ RP9, ആൻഡ് 80 കിലോ എനിക്ക് അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത് RP10 ആയിരിക്കും, വിച്ച് ആൾ ട്രൈ ടുഡേ. സോ 80 കിലോ എന്ന് പറയുമ്പോൾ ഒരു 45 + 25 ഓൺ വൺ സൈഡ്. സോ അത്രയും അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ RP10. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈ 3 month പീരീഡിൽ ഞാനത് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. സോ അറ്റ് ദി എൻഡ് ഓഫ് ദി 3rd month I should be able to lift at least 85 to 90 kilo. സോ അതാണ് നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ എൻഡ് ഓഫ് ദി 3rd month അത്രയും വെയിറ്റ് ഇമ്പ്രൂവ് ആക്കാൻ എന്നെ കൊണ്ട് പറ്റണം. മീൻസ് ഒരു എക്സ്ട്രാ 5 കിലോ ഓർ 10 കിലോ ലിഫ്റ്റ് ചെയ്യാൻ പറ്റണം. സോ അതാണ് നമ്മുടെ ബേസിക്കലി ഒരു പവർ ലിഫ്റ്റിംഗ് കൈൻഡ് ഓഫ് പ്രോഗ്രാം. സോ എൻ്റെ പ്രോഗ്രാം ഞാൻ ത്രൂ ഔട്ട് ദി നെക്സ്റ്റ് വീഡിയോസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കും. ലൈക്ക് ഐ സെഡ്, വിച്ച് വിൽ ബി എ 3 months പ്രോഗ്രാം. അതിൽ 3 മെസോസൈക്കിൾ, ആൻഡ് ഐ വിൽ എക്സ്പ്ലെയിൻ ദ മെസോസൈക്കിൾ, എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, ഡീലോഡ് വീക്ക് ഉണ്ട്, അതെല്ലാം എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. സോ റൈറ്റ് നൗ ഞാൻ പറഞ്ഞതുപോലെ 80 കിലോ അറ്റംപ്റ്റ് ചെയ്തു, അത് അച്ചീവ് ചെയ്യാൻ പറ്റി. സോ അതാണ് എൻ്റെ 1 rep max. അത് അത്രയും കഷ്ടപ്പെട്ടാണ് അടിച്ചത്. ഇനി അത് 3rd month കഴിയുമ്പോൾ അതൊരു 85 to 90 ഈസിലി ഗെയിൻ ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ലെറ്റ്സ് ട്രൈ. So I'm gonna finish off my workout with moderate weight, maybe RP8 again. So RP8 now is like 70 kilo. So 70 kilo വെച്ച് ഒരു 3-4 rep അടിച്ച് വർക്കൗട്ട് തീർക്കുകയാണ്. ഓൾറൈറ്റ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്കൗട്ട് സെക്ഷൻ ഏതാണ്ട് കഴിഞ്ഞു. ബാക്കിയെല്ലാം ഇനി നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ, നെക്സ്റ്റ് ബെഞ്ച് ചെയ്യാനുണ്ട്, സ്ക്വാട്ട് ചെയ്യാനുണ്ട്, ഡെഡ് ലിഫ്റ്റ്, അതെല്ലാം ചെയ്തിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, alright, so I hope you guys liked the video, and see you guys on next video.